ജ്യോതിഷത്തെ സംബന്ധിച്ചിട്ടാണ്. ജ്യോതിഷം സത്യമാണ് എന്നുള്ളത് ജ്യോതിഷിയായിട്ടുള്ള അങ്ങേക്ക് തന്നെ അറിയാം. വേദാംഗങ്ങളിൽ ഒന്നാണ് ജ്യോതിഷം. അത് സത്യമായിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. പക്ഷെ ഇന്നത്തെ സമൂഹത്തിന് ഒരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ചാൽ, എന്ത് പ്രശ്നമുണ്ടായാലും ആദ്യം ഒരു വ്യക്തി ഓടിയെത്തുന്നത് അങ്ങയെ പോലെയുള്ള സൈക്കോ തെറാപ്പിസ്റ്റുകളുടെ അടുത്ത്, കൗൺസിലിംഗ് പഠിച്ചിട്ടുള്ള, സൈക്കോളജി പഠിച്ചിട്ടുള്ള ഒരു കൗൺസിലറിന്റെ അടുത്തല്ല. ഹിന്ദുവിന്റെ ഒരു സ്വാഭാവിക കൗൺസിലറായിട്ട് മാറുന്നത് ജ്യോതിഷിയാണ്. അതുകൊണ്ട് തന്നെ ഏത് ജ്യോതിഷികളെ വിശ്വസിക്കാനാകും? അതിനൊരു ക്രൈറ്റീരിയ, ഒരു മാനദണ്ഡം, ആ ജ്യോതിഷികളെ തിരിച്ചറിയുന്നതിനും വിശ്വസിക്കാൻ സാധിക്കുന്നവരെ ഒന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതിന്റെ മാനദണ്ഡത്തെ കുറിച്ച് ഹിന്ദു സമൂഹത്തിന് അറിയാൻ ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല ഈ കെമിസ്ട്രിയിലൊക്കെയുള്ള ലിറ്റ്മസ് ടെസ്റ്റ് പോലെ ഈ കൈക്കൂലിക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാര് മുക്കുന്നില്ലേ, കൈയൊക്കെ മുക്കിയിട്ട്. അങ്ങനെ ഒരു വെള്ളം കണ്ടുപിടിക്കാനാണ് ഇപ്പൊ ചോദിക്കുന്നത്. അങ്ങനെ ഒരു വെള്ളം നമുക്ക് കണ്ടുപിടിക്കാനോ കെമിസ്ട്രി കണ്ടുപിടിക്കാനോ അങ്ങനെയല്ല സാർ, അങ്ങനെയല്ല. അവരുടെ ഒരു സാറിന് വിവരിക്കാൻ സാധിക്കുള്ള ഏത് തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. കാരണം അങ്ങനെ ഒരാളുണ്ട്, അല്ലെങ്കിൽ ഇത് ഈ ക്ലാസ്സിൽ പഠിച്ചവരാണ്, അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരാണ് എന്ന് പറഞ്ഞ് നമുക്കൊരു കാറ്റഗറിയിൽ അവർക്കൊരു തീരുമാനം കൊടുക്കാനോ സർട്ടിഫിക്കറ്റ് കൊടുക്കാനോ ഒന്നും സാധിക്കില്ല. ഇപ്പൊ ആരാണ് നല്ല സയൻസ് മാഷ് എന്ന് പറഞ്ഞിട്ട് ബി.എഡ് സയൻസ് പാസ്സായ എല്ലാവരും നല്ലതാണെന്ന് പറയാൻ പറ്റും? നമ്മൾ എന്തിനാ ഈ ബിടെക് കൊടുത്തവർക്കൊക്കെ പിന്നെ ഒരു ഗേറ്റ് എക്സാം എഴുതിപ്പിക്കുന്നത്? കാരണം പലർക്കും പല സ്റ്റാൻഡേർഡാണ്. അപ്പൊ ഈ സ്റ്റാൻഡേർഡിൽ വ്യത്യസ്തമായിട്ട് അത് കുറച്ച് പഠിച്ചാലും, അത് അസ്ട്രോളജിയിൽ മാത്രമൊന്നുമല്ല, നമ്മുടെ ഭാരതീയമായിട്ടുള്ള പല സങ്കല്പങ്ങളിലും. ഇപ്പൊ യോഗ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് 3 മാസം പഠിച്ചു കഴിഞ്ഞാൽ യോഗാചാര്യനായി. അപ്പൊ എന്റെ ഗുരു തന്നെ പറയാറുള്ളത്, നമ്മളിപ്പോ ജന്മം കൊണ്ട് 10, 100, 60 വർഷമായി തന്നെ ചെയ്യണത്, എന്നിട്ടും നമ്മൾ ഇതുവരെ ആചാര്യാന്ന് നമ്മൾ തന്നെ വിളിക്കാറില്ല. അപ്പൊ ഈ ദീർഘകാലത്തെ അനുഭവവും പഠനവും കുറെ ആൾക്കാരുടെ സ്റ്റാറ്റിസ്റ്റിക്സും വെച്ചിട്ട് എഴുതിയിട്ടുള്ള ഹോരശാസ്ത്രമാണ്. ജാതകം ജ്യോതിഷം എന്നല്ല പറയാ, അതിന് ഹോരശാസ്ത്രം എന്നാ പറയാ. അഹ മുതൽ ര വരെ എന്നാണ്. ഹരിശ്രീ ഗണപതായ മുതൽ തുടങ്ങിയിട്ട് യാ രാ ലാവാശാഷ അത്ര വരെ ഉള്ളൂ. അങ്ങനെ ഉള്ള ഒരു ശാസ്ത്രമാണ് ഹോരശാസ്ത്രം. അത് നമ്മുടെ ഭൂതകാലത്തിലുള്ള കുറേ സംഭവങ്ങള് വെച്ച് ഒരു ശരിക്കൊരു ഡയഗ്നോസിസ് ചെയ്തിട്ട് ഒരു ജ്യോതിഷി പറയുമ്പോൾ ആദ്യം നമ്മളിപ്പോ ഒരാളെടുത്ത് പോയിട്ട് അയാളെ ടെസ്റ്റ് ചെയ്യണം. നമ്മൾ ഇപ്പൊ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോയാലും നമ്മൾ ആദ്യം ഡോക്ടറെ ടെസ്റ്റ് ചെയ്യാം. സാധാരണ പറയാണ്, ഞാൻ കണ്ണ് ഡോക്ടർക്ക്, ഞാൻ സൈക്കോളജി പഠിക്കാൻ വേണ്ടി കണ്ണ് ഡോക്ടറുടെ ക്ലിനിക്കിനുള്ളിൽ ഇരിക്കാറുണ്ട്. ഇവിടെ മിട്ടു എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്, എൻ്റെ അടുത്ത് 6 കിലോമീറ്റർ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ക്ലിനിക്കിൽ ഇപ്പൊ ഞാൻ ഇരിക്കും. കാരണം എന്താ അറിയോ, ഇദ്ദേഹം ഒരു സാധനം വെച്ചിട്ട് വായിക്കാൻ പറയും. ആ വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് വായിക്കാൻ പറ്റില്ല, നേരത്തെ വെച്ചതാ ക്ലിയർ എന്ന് പറയും. ശരിക്കും ഇദ്ദേഹം ഇത് തന്നെ മാറ്റി വെച്ച് തിരിച്ചു വെക്കുകയാണ്. ഈ നേരത്തെ വെച്ചതെന്ന് പറയുന്നത് തന്നെയാണ് ഇപ്പോഴും വെച്ചത്. കാരണം ഇത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട്. നമ്മൾ ഒരാളെയും വിശ്വസിക്കില്ല. ഒന്ന്, ചിലര് അത്യാവശ്യം വരുമ്പോ ഒരു രക്ഷയില്ലെങ്കിൽ ഒരാളെ വിശ്വസിക്കും. അപ്പൊ ഈ ജ്യോതിഷിന്റെ അടുത്ത് പോകുന്നത് എപ്പോഴാ? ഏറ്റവും പ്രശ്നമുള്ള സമയത്താണ്. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ നാളെ ഇന്നതൊക്കെയാണ് എന്നറിയുന്നത്. ഇപ്പൊ ചില ധന അപഹരണ യന്ത്രം വെക്കുന്ന മനുഷ്യന്മാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ അവരോട് ചോദിക്കാറുള്ളത്, നിങ്ങളിങ്ങനെ ധന അപഹരണ യന്ത്രം വെക്കേണ്ട കാര്യം എന്താണ്? വീട്ടിൽ വെച്ചാൽ പോരെ എന്ന് ചോദിച്ചൂടെ? അയാളുടെ വീട്ടിൽ വെച്ചിട്ട് വെറുതെ ഇരുന്നാൽ കുറെ ധനം വരുമെങ്കിൽ. ഇതൊക്കെ ബിസിനസ് ആക്കി മാറ്റുമ്പോഴാണ്, ഇതിനൊക്കെ ഒരു ഫിനാൻഷ്യൽ പാർട്ട് ഉള്ളപ്പോഴാണ്. ആ ഫിനാൻഷ്യൽ പാർട്ടിലപ്പോൾ എന്ത് പറ്റും? നമ്മൾ അവരെ ടെസ്റ്റ് ചെയ്യണം. നമ്മൾ കാശ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇയാൾ പറയുന്നത് കറക്റ്റ് ആണെന്ന് പറയണം. നമ്മുടെ വീട്ടിലുള്ള ടെസ്റ്റ് വന്നാൽ അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കും. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ, വിദ്യാഭ്യാസം ഉണ്ടോ, അദ്ദേഹത്തിന് അനുഭവം ഉണ്ടോ, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിയാം. ഒരു ഡോക്ടറെ അടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കുക ആ ഡോക്ടർ ഏതെങ്കിലും മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ്. അപ്പൊ അങ്ങനെ ഒരു വിദ്യാഭ്യാസവും ജ്യോതിഷം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ആരുടെ അടുത്ത് പഠിച്ചിട്ടുണ്ട്? അത് ഗുരുക്കന്മാരുള്ളവരെ അറിയണം. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സന്യാസി വര്യന്മാരുടെ കീഴിലാണ് ഏറ്റവും ഇന്ത്യയിൽ പ്രസിദ്ധരായിട്ടുള്ള ഒരു 10 പേരെടുക്കുക. നിങ്ങൾ അവരൊരാളും ഡിക്ലെയർ ചെയ്യില്ലല്ലോ അവരുടെ ഗുരുവാരാന്ന്. കാരണം ആ ഗുരുക്കന്മാരെ പറ്റിച്ചിട്ടാ തുടങ്ങിയിരിക്കുന്നത്. അവരൊക്കെ കൃത്യമായിട്ട് അവർ തുടങ്ങിയ കാലം മുതൽ എനിക്കറിയാം. അതുകൊണ്ടാ പറയണത്. ബാംഗ്ലൂർ സ്ഥലം മേടിക്കാൻ വേണ്ടി കാശും കൊണ്ട് വന്ന കാലത്ത് ഞാൻ ബാംഗ്ലൂർ സ്റ്റുഡന്റ് ആണ്. അദ്ദേഹം വളരെ ഫേമസ് ആയി. ഇപ്പൊ അദ്ദേഹത്തിന് കേരളത്തിൽ വന്നപ്പോ 3 പേരെ പോലും കിട്ടാത്ത കാലത്ത് പോലും എനിക്കറിയാം. അപ്പൊ ഇവരൊക്കെ എവിടെയൊക്കെയോ പഠിച്ച് കുറച്ച് സംഭവങ്ങൾ പഠിച്ച് ഒരു 4 ശ്ലോകം കൃത്യമായിട്ട് ചെല്ലാൻ പോലും അവർക്ക് അറിയില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയോ പറഞ്ഞല്ലോ,
സാഫ്രൺ ഇട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ വൈറ്റ് ഇട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ മുടി വളർത്തിയാലോ അത് ചെമ്പിപ്പിച്ചിട്ടാവാം, അല്ലെങ്കിൽ തലയെ കെട്ടുക, അല്ലെങ്കിൽ കുറച്ച് ബ്ലാക്ക് കളർ കുറച്ച് കൂടുതൽ അടിക്കുക, കുറച്ച് സ്പ്രിങ് അടിക്കുക. ഈ മേക്കപ്പുകളൊക്കെയാണ്, ബീയിങ് അല്ല, ഷോയിങ് ആണ്. അപ്പൊ സത്യസന്ധത എന്ന് പറയുന്നത് നമുക്ക് തെളിയിക്കണമെങ്കിൽ, ഇവര് സത്യസന്ധത ഉള്ളവരാണോ എന്ന് അറിയണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത്, നമ്മളൊരു ആസ്ട്രോളജി നോക്കാൻ പോവുകയാണ്. അപ്പൊ എന്റെ ഹൊറോസ്കോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവരെ ടെസ്റ്റ് ചെയ്യാനല്ല നമ്മൾ പോകുന്നത്, പക്ഷെ നമുക്കൊരു വിശ്വാസം വേണമല്ലോ. ആ വിശ്വാസത്തിൽ ആദ്യം വേണ്ടത് ഞാൻ ഏത് കാലത്താണ്, ഇപ്പൊ എന്റെ സംഭവങ്ങൾ കുറച്ച് പറയാം. അതിന് പാത്തോളജി എന്നാ പറയാം. പാത്തോളജി ഇല്ലാണ്ട് ഒരു ഡോക്ടർ നമ്മൾ ട്രീറ്റ്മെന്റ് നടത്താറില്ലല്ലോ. ആ പാത്തോളജി അനുസരിച്ചിട്ട് പറയാം. ഓക്കെ, എന്റെ കുറച്ച് പഴയ കാര്യങ്ങൾ നിങ്ങൾ പറയാം. ഇപ്പൊ എനിക്ക് എപ്പോഴാ ജോലി കിട്ടിയത്, ഞാൻ എപ്പോഴാ താമസം മാറ്റിയത്, എന്റെ അച്ഛന്റെ സ്വഭാവം എങ്ങനെയാണ്, എന്റെ അമ്മയുടേത് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറയാൻ പറ്റുകയാണെങ്കിൽ ശരി. ഇപ്പൊ ഇവിടെ ഈ ചില ഒരു ചെറിയ കൾട്ട് ഉണ്ടല്ലോ, വ്യത്യസ്തമായിട്ടുള്ള ഈ ഡേറ്റ് പറഞ്ഞിട്ട് നാള് പറഞ്ഞിട്ട് അച്ഛനപ്പൂപ്പന്മാരുടെ പേര് പറഞ്ഞിട്ടുള്ള വർഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ 1-2 പേര് അവരൊരു പുതിയ മുറി തുടങ്ങാണ് ബിസിനസിന് വേണ്ടിയിട്ട്. ആ തുടങ്ങുന്ന സമയത്ത് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇതിൽ ഏത് മുറിയാ വേണ്ടതെന്ന് ഒന്ന് സെലക്ട് ചെയ്യാൻ എൻ്റെ അടുത്ത് ഒന്ന് വരുമോ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളെ ഇത് അറിയുന്ന ഒരാള്, ഓക്കെ, ഏതൊരു മഹാരാജാവിന്റെ അടുത്ത് ഒരു ജ്യോതിഷി പോയിട്ട് മഹാരാജാവിന്റെ മകന്റെ ആയുസ് 13 വയസ്സ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് ആ 13 വയസ്സുകാരൻ ജ്യോതിഷിയോട് നോക്കാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ആയുസ് എത്രയുണ്ടെന്ന്. അപ്പൊ അദ്ദേഹം എത്രയാണ്, ആ സമയത്ത് 47 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ, അയാൾ 56 വരെ ജന്മം ഉണ്ടെന്ന് പറഞ്ഞു. ഉടനെ കാച്ചി കളഞ്ഞിട്ട് അച്ഛനോട് പറഞ്ഞില്ലേ, കണ്ടില്ലേ ഇപ്പൊ ഇയാൾ പറഞ്ഞത് 47 ഉള്ളൂ, 53 ഉണ്ടെന്നാണ്, 56 ഉണ്ടെന്നാണ്. ഇപ്പൊ തീർന്നില്ലേ കഥ. അപ്പൊ അത്രയൊക്കെ വിശ്വസിക്കാൻ പാടും. ഇതിന്റെ അർത്ഥം ജ്യോതിഷം തെറ്റാണെന്നല്ല, അത് കൈകാര്യം ചെയ്യുന്നത് എവിടെ, എന്ത്, എങ്ങനെ, എപ്പോ പറയണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. നമ്മൾ ആൾക്കാരെ ഭയപ്പെടുത്തുന്നവരല്ല. അത് മിക്കവാറും സൈക്കോളജി ആയാലും ഡോക്ടേഴ്സ് പുതിയ എക്യുപ്മെന്റ് മേടിച്ചു വെച്ചാൽ അത് ചെലവാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ടെസ്റ്റ് കൊടുക്കുന്നത് പോലെ ജീവിതത്തെ പോസിറ്റീവായി കാണാൻ പറ്റാത്തവരൊന്നും ജ്യോതിഷികളല്ല. നമ്പർ 1. നമ്പർ 2, ഒരിക്കലും ഇതില് നമുക്കുള്ള ഒരു ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ഉണ്ടാവണമെങ്കിൽ നമുക്ക് കുറച്ചൊരു ദൈവകൃപ വേണം. ആ ദൈവകൃപ വേണമെങ്കിൽ അവരുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇതിന് ശാസ്ത്രീയമായ അടിത്തറയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ട്. മാത്തമാറ്റിക്സ് പഠിക്കുന്നത് പോലെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുക. ഇപ്പൊ ഒരു അസുഖം വന്നാൽ ഇന്ന് അസുഖങ്ങൾക്ക് ഇന്ന് മരുന്നാണ്, അത് 90% കറക്റ്റ് ആണെങ്കിൽ അത് സയൻസ് ആണെന്നാ പറയാം. എല്ലാവർക്കും കറക്റ്റ് ആവണമെന്നില്ല. ഇപ്പൊ നമുക്ക് വേറെ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ വേറെ ഉപകരണങ്ങൾ വെച്ചിട്ട് ഇന്ന് നമുക്ക് ആരും ഒരാളുടെ മുഖം കാണിക്കാതെ അയാളുടെ ശരീരത്തിന്റെ സ്വഭാവമോ അല്ലെങ്കിൽ കാലിന്റെ, ഇപ്പൊ ചിലരൊക്കെ വന്നിട്ട് ജ്യോതിഷത്തിൽ വിശ്വാസത്തെ ഇല്ല എന്ന് പറയും. അപ്പൊ നമ്മൾ ഉടനെ പറയും, നിങ്ങളുടെ കാൽ ഇങ്ങനെ ആറ്റിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം ഉണ്ടോ, ഇങ്ങനെ ആക്കാറുണ്ടോ. എങ്ങനെ ഇങ്ങനെ ആക്കാറുണ്ടെന്ന് അറിഞ്ഞത്, നിങ്ങളുടെ ഷോൾഡറിൽ ഇടവം മിഥുനം കർക്കടകം രാശിയിൽ കേതു ഉണ്ടെങ്കിൽ അയാൾക്ക് ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും ഷോൾഡർ. ഇപ്പൊ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഉറപ്പാണ് അദ്ദേഹത്തിന് കേതു ഉണ്ടാവും ഇടവൻ രാശിയിൽ. അപ്പൊ ഇത് നമുക്ക് വേറെ ഒരു എക്യുപ്മെന്റും വെച്ച് പറയാൻ പറ്റില്ലല്ലോ. കാണാത്തൊരു മനുഷ്യനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ ഈ ഒരു സാധനത്തെ കൊണ്ട് പറ്റുകയാണെങ്കിൽ മറ്റൊരു എക്യുപ്മെന്റ് കിട്ടുന്നത് വരെ നമ്മൾ ഇത് വിശ്വസിക്കാം. ഇത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യുന്നത് വരെ നമ്മൾ വിശ്വസിക്കുക, അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇനി എത്രത്തോളം നമുക്ക് ഇതാവാം, ഞാൻ ഇതിനകത്ത് സാധാരണ എഴുതിയിട്ടുണ്ട്, ആസ്ട്രോളജി ഈസ് എ സയൻസ് ഓർ നോട്ട് എന്നുള്ളത് ഞാൻ ഉത്തരം പറഞ്ഞു. അത് ഒരു ഡയറക്ഷൻ ബോർഡ് മാത്രമാണ്. ഡയറക്ഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വഴിക്ക് പോയാൽ ചിലപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മളിപ്പോ ഒരു റോഡ് വഴി ഓടിക്കുന്ന സമയത്ത് അവിടെ ഒരു ബോർഡ് കാണാറില്ലേ, ഷാർപ്പ് ടേൺ, ബി കെയർഫുൾ. ആ റോഡ് മാറ്റാനോ വഴി നിർത്താനോ വണ്ടി പോണ്ടാന്ന് വെക്കാനോ ഒന്നും ആ ബോർഡിന് അധികാരമില്ല. നിങ്ങൾ കെയർഫുൾ ആയിക്കോ എന്ന് പറയുന്ന ഒരു ബോർഡാണത്. അപ്പൊ നമ്മുടെ ജീവിതത്തില്, നമ്മുടെ വഴിയില്, നമ്മുടെ ജീവിതമാകുന്ന യാത്രയില് അത്തരം സിഗ്നൽ ബോർഡുകൾ മാത്രമാണ് ജ്യോതിഷം. അത് മാറ്റിക്കൊടുക്കാനോ ആ റോഡ് നിർത്താനോ കയറ്റമുള്ളതിനെ ഇറക്കമാക്കി മാറ്റാനോ അല്ലെങ്കിൽ ഇടത്തോട്ട് തിരിയുന്നതിനെ വലത്തോട്ട് തിരിച്ചു മാറ്റാനോ ഒരിക്കലും സാധിക്കില്ല ഒരു ജ്യോതിഷികൾക്കും. അതുകൊണ്ട് അവരെ പോയി കണ്ടത് കൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീരില്ല. നമ്മുടെ കർമ്മം കൊണ്ട് മാത്രമേ നമുക്ക് പ്രശ്നങ്ങൾ തീർക്കുള്ളൂ. ഓക്കെ, ആ കർമ്മം എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഡയറക്ഷൻ കൊടുക്കാൻ പറ്റുന്നവർ മാത്രമാണ് ജ്യോതിഷികൾ. ആ കർമ്മം എന്ന് പറയുന്നത് ഏതോ ഒരു ജന്മാന്തരങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള ചില അവിഹിതങ്ങൾ കൊണ്ട് 2 വ്യത്യസ്ത ഗ്രൂപ്പുകൾ ചേർന്നിട്ട്, ഞാൻ ജ്യോതിഷം പറയാം, നീ പൂജ ചെയ്തോ. എന്റെ ഇളയമ്മയുടെ മോനാണ് പൂജ ചെയ്യുന്നത്. ശങ്കരാചാര്യർ ഇവരെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് കുറെ സംഭവങ്ങൾ ചെയ്തിരുന്നു. ഒന്ന് വാസ്തു പഠിപ്പിക്കുന്നവര്, ഒന്ന് ജ്യോതിഷം പഠിപ്പിക്കുന്നവര്. അത് ഒരു വിദ്യ എന്നുള്ളതിൽ പഠിപ്പിച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അന്യോന്യം ഒരു ബിസിനസ് ഡീൽ നടത്താനോ കോൺട്രാക്ച്വൽ ബിസിനസിന് വേണ്ടിയിട്ടോ അല്ല.
ഇനി എന്ത് പൂജ ചെയ്താലും നമ്മുടെ 8-ലുള്ള ശനിയെ മാറ്റിയിട്ട് 9-ലേക്കോ 5-ലേക്കോ കൊണ്ടുവരാൻ ഒരു പൂജാരിക്കും സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ആ പൂജാരികൾ ഇതിനു മുമ്പേ രക്ഷപ്പെട്ടു പോയേനെ. ഞാൻ ചോദിക്കുന്നത്, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അവരിതിനു മുമ്പേ രക്ഷപ്പെട്ടു പോവില്ലേ? അപ്പൊ ഏത് ഡോക്ടർ ആയാലും അദ്ദേഹത്തിനും അസുഖം വരുന്നില്ലേ? അയാൾ ഡോക്ടർ എന്നുള്ളതുകൊണ്ട് അസുഖം വരാണ്ടിരിക്കും. അപ്പൊ എല്ലാവർക്കും അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിക്കും. അതൊരു ഗൈഡ് ആയിട്ട് മാത്രം, ഒരു സിഗ്നൽ ബോർഡായിട്ട് മാത്രം കാണുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇന്നും വിളിച്ചു ഒരാൾ ജ്യോതികം, ഞാൻ പറഞ്ഞ നോക്കണോ വേണ്ടിയോ എന്ന് ഡോക്ടർ തീരുമാനിക്കും, പാത്തോളജി വേണോ വേണ്ടിയോ. ഇത് പാത്തോളജി മാത്രം. ഞാൻ പനിയൊക്കെ നോക്കിയിട്ട് പറയാം, ഇനി നിങ്ങൾക്ക് വല്ല ട്രീറ്റ്മെന്റിന് വേണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണോ വേണ്ടിയോ എന്ന്, അല്ലെ? അത്രയൊക്കെയല്ലേ പറ്റുള്ളൂ. ഇനി നിങ്ങൾ നല്ല ഡ്രൈവറാന്ന് വിചാരിക്കൂ, നല്ലപോലെ കർമ്മം അറിയുന്ന ഒരാളാണെങ്കിൽ, നല്ലപോലെ ഡ്രൈവിംഗ് അറിയുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് വളവുണ്ട് പോലും, തിരിവുണ്ട് പോലും, കയറ്റുണ്ട് പോലും, ഇറക്കുണ്ട് പോലും ഒരു പ്രശ്നമില്ല. അവനറിയാം എങ്ങനെയാ ഓടിക്കേണ്ടത്. അതുകൊണ്ട് സ്ലോ ആയിട്ട് സ്റ്റഡി ആയിട്ട് നല്ല ഡ്രൈവറായിട്ട് മാറുക, അതാണ് ഏറ്റവും അത്യാവശ്യം. നമിച്ചു സാർ, ഇത്രയും ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഒരു ക്രൈറ്റീരിയ ചോദിക്കുമ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാൻ എന്റെ പ്രതീക്ഷയ്ക്കും അപ്പുറമുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ് അങ്ങ് തന്നത്. അതായത് ഏറ്റവും പ്രധാനമായിട്ട് സാറ് ചൂണ്ടിക്കാണിച്ച ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പോസിറ്റിവിറ്റി. നമുക്ക് പോസിറ്റിവിറ്റി തരുന്ന, അല്ലെങ്കിൽ ഓപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസം തരുന്ന ഒരാളായിരിക്കണം ജ്യോതിഷി. അത് നമ്മൾ തിരിച്ചറിയാനുള്ള ആദ്യത്തെ ലക്ഷണം. 2, പത്തോളജി, അതായത് രോഗനിദാന ശാസ്ത്രം എന്ന് മലയാളത്തിൽ പറയുന്ന ലക്ഷണങ്ങളെ കുറിച്ച്, രോഗലക്ഷണങ്ങളെ കുറിച്ചൊക്കെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തരാൻ പ്രാപ്തനായിരിക്കണം. അത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ കഴിവ് അതെനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ തന്നെ TPS സാറിന് വെറുതെ എന്റെ ഹൊറോസ്കോപ്പ് അയച്ചു കൊടുത്തതേ ഉള്ളൂ. സ്വഭാവം ഉൾപ്പെടെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് പറഞ്ഞ ഒരു വ്യക്തിയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സാറിന്റെ ആ ഒരു പ്രെഡിക്ഷൻ പാർട്ടിനെ കുറിച്ച് വളരെ വ്യക്തമാണ്. മൂന്നാമത് സാറ് പറഞ്ഞത് ദൈവജ്ഞനായിരിക്കണം. ഈശ്വരാധീനമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുള്ളൂ. അത് മനഃശാസ്ത്രവും പറയുന്ന ഒരു കാര്യമാണ്. അത് മുഖത്ത് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. പ്രത്യേകിച്ച് സാറിനെ പോലെയുള്ളവരുടെ മുഖത്തിലെ തേജസ് കണ്ടാൽ തന്നെ നമുക്കറിയാം ദൈവജ്ഞനാണോ അല്ലയോ എന്നുള്ളത്. മറ്റൊന്ന്, ഈ ശാസ്ത്രത്തിന് സാറ് പറഞ്ഞതുപോലെ എന്ത് കാര്യവും തീരുമാനിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, അഥവാ സ്ഥിതിവിവര കണക്കെന്നാണ് അതിന്റെ മലയാളം വേർഡ് എന്നാണ് എന്റെ ഓർമ്മ. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി, ഇത്രയും കാര്യങ്ങൾ സാറ് വളരെ വ്യക്തമാക്കി തന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് ദ സയൻസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് എന്നാണ് നമ്മൾ മാനേജ്മെന്റിലൊക്കെ പറയുക. കാരണം ഒരു കാര്യം നമുക്ക് തീരുമാനം എടുക്കണമെങ്കിൽ ആ ഒരു കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നോക്കുന്നത്. അതുപോലെ സാധ്യതാ ശാസ്ത്രമാണ് പ്രോബബിലിറ്റി. ഇന്ന കാര്യങ്ങൾ ഒത്തുവരുമ്പോൾ ഇന്നതൊക്കെ സംഭവിക്കാം. അതിൽ തെറ്റുകൾ നമുക്ക് പ്രഡിക്ഷൻ 100% പ്രഡിക്ഷൻ സാധിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാക്കി തന്നു. ഒരുപാട് നന്ദി സാർ. ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ഒരു ധാരണ ഈ പണ്ട് കാലത്തെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസമാണ് ജ്യോതിഷം എന്നൊക്കെയാണ്. നമ്മുടെ എല്ലാ കഥകളിലും പറഞ്ഞിട്ടുള്ളത് രാജാക്കന്മാര്, രാജ്ഞിമാരെ വിവാഹം കഴിക്കുന്ന സമയത്ത് രാജ്ഞിമാരാണ് സെലക്ട് ചെയ്തത്. അത് സ്വയംവരമാണ്. ആ സ്വയംവരത്തിന് ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം ജാതകം കെട്ടി നോക്കിയിട്ടൊന്നുമല്ല. ആരാണോ ഏറ്റവും തല്ലുകൂടാൻ പറ്റിയിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള, അത് പല എഞ്ചിനീയറിംഗ് കോളേജുകളിലും നടക്കുന്നതാണ്. ഞാനൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രൊഫസർ ആയിട്ടും ഡയറക്ടറൊക്കെ ആയിരുന്ന സ്ഥലത്ത് ഏത് ആനുവൽ ഡേയുടെയും സ്പോർട്സ് ഡേയുടെയും ദിവസം തല്ല് നടക്കുകയാണെങ്കിൽ അതിൽ 2-3 പേരെ വിളിച്ച് ചോദിച്ചാൽ അറിയാം അതിന്റെ പിന്നിലൊക്കെ ഒരു പെണ്ണായിരിക്കും. ആ പെണ്ണ് പറയും, നിങ്ങൾ 2 കൂടി തല്ലുകൂടി തീരുമാനിക്കൂ, എന്നിട്ട് ഞാൻ തീരുമാനിക്കാം. അങ്ങനെയാണ് അവിടെ ക്യാമ്പസ് സെലക്ഷൻ ഒക്കെ നടക്കുന്നത്. കാരണം ചില കോളേജൊക്കെ അഡ്വർടൈസ് ചെയ്യുന്നുണ്ടല്ലോ, ബെസ്റ്റ് ക്യാമ്പസ് സെലക്ഷൻ കോളേജ് എന്നൊക്കെ. ഞാനൊക്കെ പറയാറുള്ളതാണ്, ഇവിടെയൊക്കെ ക്യാമ്പസ് സെലക്ഷൻ നടക്കുന്നത് ഒരു പെണ്ണ് തീരുമാനിക്കും ഇവർ ആരെ വേണം. ഇത് സ്വയംവരം തന്നെയാണ് നടക്കുന്നത്. അത് സ്വയംവരം കൃത്യമായിട്ടും ലേഡീസ് ആണ് തീരുമാനിക്കുന്നത് ഏത് പയ്യനെ വേണ്ടത്. അത് ജെൻസിന് തീരുമാനിക്കാനുള്ള അധികാരം ഇന്നും ഇല്ല, റിജക്ട് ചെയ്യാനുള്ള അധികാരമേ ഉള്ളൂ. അതുകൊണ്ടാണ് പല കേസുകളും വരുന്നത്. അവർ 2-3 പേരെ സെലക്ട് ചെയ്യും, ഒരാൾ വേണ്ടാന്ന് തോന്നുമ്പോൾ മറ്റവൻ പോയിട്ട് എവിടെയെങ്കിലൊക്കെ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. എന്നാലും സ്വയംവരത്തിന് ഇത്രയും നല്ലൊരു വിവരണം കൂടെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്റെ സെൻസ് ഓഫ് ഹ്യൂമറിന് ഒരുപാട് നമസ്കാരം.